അങ്കിൾ, എങ്ങനെയാണ് അങ്കിൾ ഈ ഉപകരണം കൊണ്ട് പിശാചുകളെ കണ്ടുപിടിക്കുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? പ്രാചീന ചൈനീസ് കോമ്പസ് ചി എന്ന ഭൂതത്തിന്റെ പൈശാചിക ശക്തി പ്രവർത്തിക്കുമ്പോൾ ആ തരംഗങ്ങളെ പിടിച്ചെടുത്ത് അവൻ എവിടെയാണോ ആ വഴി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് ആ പൈശാചിക ശക്തിയെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ പക്കലുള്ള കണ്ടെയ്നർ ജാറിൽ അടയ്ക്കണം. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ചി എന്ന ഭൂതത്തെ കണ്ടുപിടിച്ച് അവന്റെ ശക്തി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ കണ്ടെയ്നറിൽ അടയ്ക്കണം. അപ്പോ ജലപിശാചിന്റെ പൈശാചിക ശക്തി നഷ്ടപ്പെടുവോ അങ്കിൾ? ഇത് നാഷണൽ ടിവിയാണ്. ഇന്റർനാഷണൽ ഐലൻഡ് ചാലഞ്ചിൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ അതിസാഹസികമായ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഏറ്റവും ശക്തമായി പോരാടുന്ന ഫാമിലിയാണ് വിജയിക്കുക. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇതാണ്: 2 ഓൾട്ടറിംഗ് വണ്ടികൾ, ഒരു ഫ്ലാറ്റ് സ്ക്രീൻ ടിവി, കൂടാതെ DVD പ്ലെയർ സൗണ്ട് സിസ്റ്റം. എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബത്തിന് ഈ മാന്ത്രിക ചെപ്പ് ഒരു പ്രത്യേക സമ്മാനമായിരിക്കും. അപ്പൊ ഇതാണല്ലേ ചെയ്യുന്ന പിശാചി കൂടിയിരിക്കുന്ന ചെപ്പ്? ജലഭൂതം ഇതാ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് അങ്കിൾ ആ മാന്ത്രിക ചെപ്പ്? ഈ മാന്ത്രിക ചെപ്പ് ഉപയോഗിച്ചാണ് പൈശാചിക ശക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് അടക്കി വെച്ചത്. ഇപ്പോൾ അത് നാഷണൽ ടിവിയിൽ കാണാം. ഡ്രാഗോ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ദ്വീപിൽ എത്തണം. വരൂ, ഞാനിതാ വരുന്നു. ഞങ്ങളും കളിയിൽ പങ്കെടുക്കാൻ പോവാണ്. നമ്മൾ ബോറോയിലേക്ക് മത്സരിക്കാൻ പോകുന്നില്ല. നീ ടോറോയുടെ കൂടെ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. എന്താ ഇത് ജാക്കി? ഞാൻ ഇന്റർനാഷണൽ ഐലൻഡ് ചാലഞ്ചിന്റെ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയേ പറ്റൂ. ജൂലി, മനസ്സിലായി. എപ്പോഴും വീടിന്റെ അകത്ത് ഒറ്റയ്ക്കിരുന്ന് കളിക്കാനാ വിധി. മാന്ത്രിക കലശം എവിടെയാണെന്ന് തേടണം. എന്നിട്ട് അങ്കിൾ ആ ചുറ്റുപാടുമായി വളരെ പൊരുത്തപ്പെടണം. ഞാൻ പൊരുത്തപ്പെടണമെന്നോ? ഏയ് ജൂലി, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിങ്ങളെ സഹായിക്കാൻ. എന്നോട് ക്ഷമിക്കണം ജാക്കി. ജൂലി, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ ഇവിടെ വന്നത് കളിക്കാനൊന്നും അല്ലെന്ന്. തീർച്ചയായും നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. ഹലോ ജാക്കി ചാൻ, ഞാൻ പ്രൊഡ്യൂസർ റിക്കി റോക്ക്മാൻ. നിങ്ങൾ 2 മണിക്കൂർ മുമ്പേ ഇവിടെ എത്തേണ്ടതായിരുന്നല്ലോ. എങ്കിൽ നമുക്ക് 2 മണിക്കൂർ മുമ്പേ സംസാരിക്കാൻ തുടങ്ങാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതെ, അത് ശരിയാണ്. വരൂ സുഹൃത്തുക്കളെ, മത്സരം ആരംഭിക്കാം. നിങ്ങൾക്ക് സത്യത്തിൽ തെറ്റുപറ്റിയതാണ്. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടി വന്നവരല്ല. സാരമില്ല, ഇതൊരു സന്ദർഭമാണ്. അയ്യോ, ഇത് അങ്കിളിന്റേതാണ്. ഇതൊന്നും കയ്യിൽ കൊണ്ടു നടക്കരുത്. കുട്ടി, ആ കോമ്പസ് ഇങ്ങ് തരൂ. 3, 2, 1. ഇന്റർനാഷണൽ ഐലൻഡ് ചാലഞ്ചിലേക്ക് സ്വാഗതം. നമുക്ക് 2 ടീമുകളുണ്ട്. ഹാംബർഗ് ജർമ്മനിയിൽ നിന്ന് ഡൂസിൽ ഡോഫ്സ്, കൂടാതെ പീക്കിംഗ് ചൈനയിൽ നിന്ന് ജാക്കി ചാൻ ഫാമിലി. ചൈനീസ് കോമ്പസ് വേഗം തിരിച്ചു തരണം. കുട്ടി, ഞാൻ പറയുന്നത് കേട്ടോ. ഈ 2 കുടുംബങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുടുംബം മഹത്തായ സമ്മാനം കരസ്ഥമാക്കും, കൂടാതെ ഇന്റർനാഷണൽ ഐലൻഡ് ചാമ്പ്യൻ എന്ന പദവിയും. ഇതെല്ലാം നേടണമെങ്കിൽ ഇതാണ് ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മാന്ത്രിക ചെപ്പ്. ഈ മാന്ത്രിക ചെപ്പ് കരസ്ഥമാക്കുന്നവർക്ക് 1 ദിവസം കൂടി ഇവിടെ താമസിക്കാം. പക്ഷെ തോൽക്കുന്ന കുടുംബത്തിന് 1 അംഗത്തിനെ തിരിച്ചയക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് മത്സരം ആരംഭിക്കാം. ഫ്രൂട്ട് പഞ്ച്. അത് കൊള്ളാം. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ഓർമ്മയിരിക്കട്ടെ,
ഈ മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗവും തിളച്ചു കിടക്കുന്ന ഈ വെള്ളത്തിന് മുകളിലുള്ള പാലത്തിലൂടെ കടക്കേണ്ടി വരും. ജാക്ക് ഫാമിലി, നിങ്ങളുടെ ഊഴം. എങ്ങനെയെങ്കിലും നമുക്ക് ആ മാന്ത്രിക ചിപ്പ് നമ്മുടെ കൈക്കുള്ളിലാക്കണം, അല്ലാതെ നടക്കില്ല. മത്സരത്തിൽ ജയിച്ചാൽ നമുക്കത് കിട്ടിയില്ലേ? ദേ അവർ എറിയാൻ പോകുന്നു. ഇനി ആ തടിയനെ എറിയേ. പേടിക്കണ്ട, പകുതിയോളം എത്തിയില്ലേ, നിനക്ക് സാധിക്കും. കളി കഴിഞ്ഞല്ലോ മലമനുഷ്യ. അയ്യോ, ഭീമ തലകുത്തി വീണല്ലോ. വിജയികൾക്കിതാ മാന്ത്രിക ചെപ്പ് സമ്മാനം. ചാൻ, ഇന്ന് വൈകിട്ട് നടക്കുന്ന ആഘോഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഈ ദ്വീപിൽ നിന്ന് പുറത്തു പോകേണ്ടതായി വരും. സോറി അങ്കിൾ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നീ എന്തൊക്കെയായി പറയുന്നതാ? ഞാൻ പറഞ്ഞത് മനസ്സിലായി. നമുക്ക് പരസ്പരം സഹായിക്കാം. അപ്പൊ എലിമിനേഷൻ റൗണ്ടിൽ നമ്മൾ പുറത്താവില്ല. ജൂലി, ജാക്കി, ഞങ്ങൾ വെറുതെ സംസാരിച്ചതാ. ജാക്കി, ദുഷ്ടശക്തി ആകർഷിക്കും. ആ ഡ്രാഗോ എത്രയും വേഗം ഇവിടെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉടനെ ആ ചെപ്പ് കരസ്ഥമാക്കണം. ഡിറ്റക്ടർ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഈ ദ്വീപിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണം. അതാണ് ചെയ്യേണ്ടത് അങ്കിൾ. ജാക്കി, അവർ എത്തിയിട്ടില്ല. ജൂലി, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ജാക്കി, മറക്കണ്ട, ഫ്ലാറ്റ് സ്ക്രീൻ ടെലിവിഷൻ. ഞാൻ എത്ര പ്രാവശ്യം ജൂലി നിന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദൗത്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന്. മത്സരിക്കാൻ വേണ്ടി അല്ല ഇവിടേക്ക് വന്നത്. മനസ്സിലായോ നിനക്ക്? എന്താ ഇത്? എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും ചേർന്ന് പ്രവർത്തിച്ചാൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് ആ മാന്ത്രിക ചിപ്പ് കരസ്ഥമാക്കാം. നീ മിണ്ടാതിരിക്കെ. ആരെങ്കിലും വരുന്നത് കണ്ടാൽ എനിക്ക് സിഗ്നൽ തരണം. പറഞ്ഞു മനസ്സിലായല്ലോ? അത് ശരി, ഈ ജോലി എനിക്ക് ഇഷ്ടമാ. ജാക്കി, കൂടുതൽ ഇണങ്ങാൻ പാടില്ല. ആ മലപ്പാപ്പിന് ദേഷ്യം പിടിക്കും. ഹലോ ഡുസൽഡോർഫ് ഫാമിലി. ചെറിയ ദ്വീപാണല്ലേ, എല്ലാം ചുറ്റി കണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കണ്ടെന്ന്? അത് പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു കാട്ടുപന്നി ഓടിപ്പോകുന്നത് കണ്ടു. അത് നിങ്ങളുടെ പലഹാരങ്ങളൊക്കെ തിന്നു എന്ന് തോന്നുന്നത്. പലഹാരമോ? അതെ, അത് ആ കാട്ടിന്റെ അകത്തേക്ക് ഓടിപ്പോയത്. പോയ കാട്ടിൽ തേട്. ഹോ, ജാക്കി, അവര് പോയി. ജൂലി, നീ എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ കുടുങ്ങി. അതാ അവര് വീണ്ടും വന്നു. ജൂലി, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ കളിക്കാൻ വേണ്ടി വന്നല്ലെന്ന്. നമ്മൾ തെറ്റായ വഴിയിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് മാന്ത്രിക ചെപ്പ് വേണമെന്ന് ആവശ്യപ്പെടാം. എന്തു പറയുന്നു? ഹലോ ഡൂസൽഡോർഫ് ഫാമിലി, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയുവാനുണ്ട്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ആ മാന്ത്രിക ചെപ്പിൽ ഛീ എന്ന ജലപിശാചുണ്ട്. ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ആ ജലപിശാചിനെ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആ ചെപ്പ് നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ അങ്കിൾ ആ പിശാചിനെ തീർച്ചയായിട്ടും നശിപ്പിക്കും. ഇങ്ങോട്ട് വാ ജാക്കി. നിങ്ങൾക്കറിയാമല്ലോ ചാൻ, ഇതൊരു എലിമിനേഷൻ സെറമണിയാണെന്ന്. ഇന്ന് രാത്രി നിങ്ങളിൽ ഒരാൾ തിരിച്ചു പോകേണ്ടി വരും. സംഗതി വളരെ എളുപ്പമാണ്. കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ഉടൻ തന്നെ ഈ ദ്വീപ് വിടണം. നമുക്ക് തുടങ്ങിയാലോ? വേണമെന്ന് ചെയ്തതല്ല കേട്ടോ. എല്ലാവരും കൂടി എനിക്കെതിരായി പ്രവർത്തിച്ചു അല്ലേ? ജൂലി, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഞാൻ പോകാൻ റെഡിയല്ല. സോറി, ഈ കളിയിലെ നിയമ. എന്റെ ചൈനീസ് കോമ്പസ് എവിടെ കൊണ്ടുപോയി വെച്ചടി നീ? നിങ്ങൾ വിഷമിക്കേണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ അത് ഷിപ്പിൽ കയറ്റി അയച്ചു തരും. അയ്യാ, ഞാൻ ഈ ഹെലികോപ്റ്ററിൽ കയറില്ല.
മനുഷ്യനുണ്ടാക്കി ഈ കുന്തത്തെ എനിക്ക് വിശ്വാസമല്ല. വെറുതെ എന്തിനാ വിഷമിക്കുന്നത്? ധൈര്യമായി കയറിക്കോളൂ. വേണ്ട, എനിക്ക് പറക്കാൻ പേടിയാ. പറക്കാനായിട്ട് എനിക്ക് ചിറകില്ലെന്ന് നിനക്ക് കണ്ടൂടെ? ശരി ശരി, വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയണ്ട. നാളെ രാവിലെ ഇവിടേക്ക് ഒരു ബോട്ട് വരുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ താമസിച്ച് നാളെ രാവിലെ അതിൽ കയറി തിരിച്ചു പോകാം. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ആ, ആ. അങ്കിൾ, ഞാൻ നാളെ രാവിലെ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കളാം. ഓക്കെ? കോമ്പസ് കൊണ്ടുവരണേ. ഈ കപ്പൽ 10 മിനിറ്റിനകം തുറമുഖത്തേക്ക് അടുക്കും. ബോറോയിലെ ദൃശ്യഭംഗി കണ്ട് നിങ്ങൾ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മാംബോ മാഡ്നസ് കൃത്യം 4 മണിക്ക് തന്നെ തുടങ്ങുന്നതാണ്. കൃത്യം 4 മണി. ഇത്തവണ ആ ചെപ്പ് ഞാൻ കൈക്കലാക്കും. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഒരു പുതിയ ദിവസം, ഒരു പുതിയ മത്സരം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സാമർഥ്യം കാണിക്കുക. കുടുംബത്തിലെ ഓരോ അംഗവും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലെ ഭക്ഷണം കഴിക്കുക. അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാകും. നമുക്ക് ആരംഭിക്കാം. തുടങ്ങിക്കോളൂ. ഈ മത്സരത്തിൽ നമ്മൾ ജയിക്കണം, എന്നിട്ട് ആ ചെപ്പ് കൈക്കലാക്കണം. പറഞ്ഞത് മനസ്സിലായോ? എന്നോടൊന്നും പറയണ, ഭീമിക്ക് പറഞ്ഞു കൊടുത്താ മതി. ഫ്ലാറ്റ് സ്ക്രീൻ ടിവി, ഞാനിതാ വരുന്നു. അയ്യാ, ബോട്ട് വേണ്ട, എനിക്ക് കടൽ ചൊരുക്കുണ്ടാവും. ബോട്ടിൽ കയറാൻ ഒന്നും പേടിക്കണ്ട. മുന്നോട്ട് കണ്ണു നട്ട് ഇരുന്നാ മതി, എത്തേണ്ടടുത്ത് എത്തിക്കോളും. എടി കൊച്ചേ, എന്റെ കോമ്പസിന്റെ കാര്യം എന്തായടി? നിങ്ങളുടെ സീറ്റിന്റെ അടിയിലുണ്ട്. ഫ്രാങ്ക്, എന്നാ വിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മത്സരത്തിൽ 2 കുടുംബങ്ങളും തോറ്റ കാരണം നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു ടൈ ബ്രേക്ക് റൗണ്ട്. ഇത് ശാരീരിക ശക്തിയും സഹനശക്തിയും പ്രദർശിപ്പിക്കേണ്ട മത്സരമാണ്. ജാക്കി, മറക്കണ്ട. ഓൺ യുവർ മാർക്ക്, സെറ്റ്, ഗോ. നിനക്ക് തെറ്റുപറ്റി പീക്കിരി പെണ്ണെ, ജയിച്ചത് ഞാനാ. ജൂലി, രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ.
ഇതൊന്നും ശരിയല്ല. അതാരാണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതെന്റെ സ്ക്രിപ്റ്റിലില്ലാത്ത വിഷയമാണ്. വെള്ളം വെള്ളം എല്ലായിടത്തും വെള്ളം. സമുദ്രത്തിൽ കൊള്ളുന്നതിനേക്കാളും. അങ്കിളിനെ ഉടനെ തന്നെ കൊണ്ടുവരണം. ഭീമ ജോലിയെയും കൂട്ടി അങ്കിളിനെ കണ്ടുപിടിക്കേ. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. നിന്റെ കയ്യിലിരിപ്പ് കൊള്ളാമല്ലോ. പക്ഷെ ഒന്ന് പറയട്ടെ, നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വില പോകില്ല മോനെ. ആർക്കും വിമർശനം ഇഷ്ടമല്ല ചാൻ. അങ്കിളിനെ ഈ ദ്വീപിലെങ്ങും കാണുന്നില്ലല്ലോ. ജാക്കി ജാക്കി അങ്കിൾ ഹ്യൂമാ ബാബാ ഭീമാ ഭേ ഹ്യൂമാ ബാബാ ഭീമാ ഭേ ഹ്യൂമാ ബാബാ ഭീമാ ഭേ ഹ്യൂമാ ബാബാ ഭീമാ ഭേ. ആ സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ. സ്പെഷ്യൽ എഫക്ട്സ് നിങ്ങളിത് ഒരാഴ്ച എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? അത് ഒരു ടെലിവിഷൻ മാജിക്കിന്റെ ഒരു ടെക്നിക്കൽ വശമായിരുന്നു. അങ്ങനെ ഒരു കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ പ്രൊഡ്യൂസർ. നിങ്ങളൊരു അവതാരകൻ മാത്രമാണ്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഫ്ലാറ്റ് സ്ക്രീൻ ടിവി, ഞാനിതാ വരുന്നു. ഖാങ് ഫാമിലി നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്നു. എന്ത്? പുറത്താക്കിയ ഒരു അംഗം വീണ്ടും മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഡീസൽ ഡ്രോപ്സ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്താ എന്നെ പരിഹസിക്കാൻ വന്നതാണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ജൂലി, നീ വിഷമിക്കണ്ട. നമ്മൾ ജലപിശാചിനെ പിടിച്ചു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് കാർട്ടൂൺ കാണാൻ പറ്റില്ലല്ലോ. അങ്കിൾ, നിങ്ങൾ എന്താണ് ഡ്രാഗോയുടെ അഗ്നിശക്തി നശിപ്പിക്കാഞ്ഞത്? ആ ശക്തി ഡ്രാഗോയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അത് നശിപ്പിക്കണമെങ്കിൽ കൂടുതൽ മാന്ത്രിക ശക്തി പ്രയോഗിക്കേണ്ടി വരും. ഡ്രാഗോയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അവൻ എവിടേക്ക് പോയി?